നമസ്കാരം, ആരോഗ്യമാണേ. നമ്മൾ നിൽക്കുന്നത് എന്താ നമ്മൾ വണ്ടി ഇട്ടത് ഒരു പമ്പിലായിരുന്നു. ഇവിടെ കാക്കനാട് പോകുന്ന വഴിക്ക് HP ഒരു പമ്പ്. ഈ പമ്പിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. നല്ല അടിപൊളി പമ്പാണ് കേട്ടോ, സൂപ്പർ പമ്പ്. നല്ല അടിപൊളി വൃത്തിയുള്ള ബാത്റൂമും ഇവിടുത്തെ പമ്പ് ഇരിക്കുന്നതിനാണ് നല്ല പെരുമാറ്റം കേട്ടോ. അടിപൊളി പമ്പാണ്. ഇന്ന് നമ്മളിവിടെയാണ് വണ്ടി ഇട്ട് കിടന്നത്. ഇപ്പോൾ രാവിലെ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ വലുതെപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നേരെ ഓണാക്കി. എനിക്ക് അപ്പം തന്നെ ട്രിപ്പ് കിട്ടി. നമ്മളെടുത്ത് പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ ട്രിപ്പ് എടുത്തതിന് ശേഷം കാണാം. അവിടെ നമ്മൾ നേരെ വൈറ്റ് ലൈനിലേക്കാട്ടോ വന്നത്. വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആളെ ഡ്രോപ്പ് ചെയ്തു. ആളെ അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടു. ഇവിടെ ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചായ കൂടി നടന്നില്ല, പിന്നെ നടക്കുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ചായ കുടിച്ചില്ല. ട്രിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ തുടങ്ങി. നമ്മൾ ഇന്നലെ മെനിക്കാതെ കിടന്നാലൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ ട്രിപ്പ് കിട്ടുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയാൽ. ഞാൻ പിന്നെ ഇച്ചിരി നേരത്തെ അതുകൊണ്ട് ഇറങ്ങിയത്. ചിലപ്പോൾ ട്രിപ്പ് ഇന്നലെ തോന്നുന്ന പോലെ ആയിരിക്കില്ലായിരിക്കും, പറയാൻ പറ്റില്ല. ഓരോ ദിവസം ഓരോ ചായ വരുന്നുണ്ട്. ഈ ചായ അടിച്ചേച്ച് അടുത്ത ട്രിപ്പൊക്കെ എടുത്ത് കാണാം. അങ്ങനെ നമ്മൾ അതിലൂടെ നടന്ന് നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കൊരു ട്രിപ്പ് കിട്ടി. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഇവിടുന്ന് പിക്കപ്പൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ ഫീസ് ഒരു 60 രൂപ കൊടുക്കണം. അപ്പോൾ പിന്നെ അതിന് 5 മിനിറ്റ് അടുത്തെങ്ങാണ്ടുണ്ട്. അപ്പോൾ അത് 2 സെക്കൻഡ് കൂടെ കിടന്ന് നോക്കാമെന്ന് ഓർത്ത് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടാൻ ഉണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണാം. എയർപോർട്ടിൽ നിന്നാണ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കയറി ചെന്നാൽ കാപ്പി കുടിക്കാറ്. സമയം ഇപ്പോൾ 7:30 ആയിട്ടേ ഉള്ളൂ, 7-8 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് കഴിച്ചില്ലെങ്കിൽ പിന്നെ കഴിക്കാനൊക്കെ തോന്നില്ല. വണ്ടി ഇടാൻ സ്ഥലം കിട്ടില്ല. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ ഒരു എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണിത്. എയർപോർട്ട് ആ ഭാഗത്തായിട്ടാണ്. നമ്മുടെ വണ്ടി ഈ സൈഡിലിട്ടിട്ടുണ്ട്. പുട്ടും കടൽക്കറിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ഇത് ചായ വേണ്ട. ചായ രാവിലെ ഒന്നും കഴിച്ചുകൊണ്ട് ഇനി ചായ ഞാൻ അങ്ങനെ ചായ കുടിയൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും ഒരു ചായ കുടിക്കുന്നേ ഉള്ളൂ. രാവിലെ ഒരു ചായ കുടിച്ചുകൊണ്ട് ഇന്നിനി ചായ കുടിയൊന്നുമില്ല. നിങ്ങൾക്ക് രാവിലെ തന്നെ കാപ്പിക്ക് എന്നെ കഴിച്ചാണെന്ന് പറഞ്ഞേക്കണേ, കമൻറ്റിലിട്ടാൽ മതി. ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ ടോക്കൺ അനുസരിച്ചാണ് എയർപോർട്ടിൽ. അപ്പോൾ ഞാനിനി ടോക്കൺ നോക്കി കിടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പയ്യെ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയില്ല. നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അങ്കമാലി റൂട്ടിലോ അല്ലെങ്കിൽ കാലയുടെ റൂട്ടിലപ്പോൾ ഞാൻ അവിടെ അപ്പുറത്തായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. അത് വലിയ കാര്യമില്ലാതെ തോന്നി. അതുകൊണ്ട് നേരെ എടുത്ത് ഒന്നെങ്കിൽ ആലുവ റൂട്ടിലല്ല അങ്കമാലി റൂട്ടിൽ മുന്നോട്ട് പോകാമെന്ന് ഓർത്താം. കുഴപ്പമില്ല കേട്ടോ, ഇത് നല്ല ഫുഡാണ്. പാർക്കിംഗ് ഏരിയ ഒക്കെ അത്യാവശ്യമുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സംഭവമാണ് ബീഫ് ഫ്രൈ. നല്ല ക്വാണ്ടിറ്റിയുമാണ്, നല്ല അടിപൊളി ഡാർക്ക് ഫ്രൈ. സാധാരണ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റോസ്റ്റ് പോലെയാണ് കിട്ടുന്നത്. എൻ്റെ നാട്ടിൽ ഇടുക്കിയിലൊക്കെ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് അടിപൊളി ഫ്രൈ കിട്ടും. ഇവിടെ റോസ്റ്റായിട്ടാണ് കിട്ടുന്നത്. ശരിക്കും ഫ്രൈ എന്ന് പറഞ്ഞാൽ ഒരു തരുന്ന സാധനം റോസ്റ്റാണ്. ഇവിടെ അങ്ങനെയല്ല. ഈ ഹോട്ടലിൽ നല്ല അടിപൊളി ഡാർക്ക് ഫ്രൈ ആണ്. നിങ്ങൾ ഇനി വരുമ്പോഴും കയറി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ കാണുന്ന എയർപോർട്ട്. അവിടെ നേരെ ഓപ്പോസിറ്റാണ് ഈ കടയുടെ പേര് ഞാൻ പുറത്തിറങ്ങി നോക്കിയിട്ട് ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ അടിപൊളി ക്വാണ്ടിറ്റിയും അതെ, എല്ലാ ആഹാരവും ഫുഡാണല്ലോ. നിങ്ങൾ നോക്കി നല്ല അടിപൊളി പുട്ടല്ലേ, കടലക്കറി നോക്കി. റേറ്റൊക്കെ അനുസരിച്ച് വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. നമുക്ക് കയറി കഴിക്കാൻ, സാധാരണക്കാരനെ കയറി കഴിക്കാവുന്ന റേറ്റാണ്. നല്ല അടിപൊളി കടലക്കറി കേട്ടോ. എന്തായാലും നമുക്കിനി കഴിച്ചു കാണാം. വല്ലാർപാടത്തൊരു ട്രിപ്പ് വന്നു കേട്ടോ.
തിരിച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. വീഡിയോ ചെറുതായിട്ട് ലാഗാകുന്നില്ല, അത് ഇവിടുത്തെ ചൂട് കാരണം ഫോൺ അനങ്ങാണ്ടാവുന്നതാട്ടോ. രക്ഷയില്ലാത്ത ചൂടാ, ഫോൺ അന്നേരം അനങ്ങാണ്ട് നിൽക്കുക. വല്ലാർപാടത്ത് ഞാൻ പോയ സ്ഥലത്ത് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കവിടെ വണ്ടി ഒതുക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കേണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം കേട്ടോ മട്ടാഞ്ചേരി. ഇതാണ് മട്ടാഞ്ചേരി. കടകളൊക്കെ ഇവർക്ക് അടച്ച പോലെയൊക്കെയാണ്. ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴി ഇത്, ഒത്തിരി വീതിയൊന്നുമില്ല. ഇതാണ് നമ്മൾ സിനിമയിലൊക്കെ കേട്ടെ, കൊച്ചിക്കാർക്കല്ല, ഇടുക്കിയിലെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇതാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. ഒരു മണിക്കൂറായി ഞാൻ കൊച്ചിയിൽ നിന്ന് പോന്നിട്ട്. അതായത് ഇവിടുന്ന് നമ്മുടെ പച്ചാളത്തുനിന്ന് പോന്നിട്ട്. കാരണം തോപ്പുംപടി പഴയ പാലം, ഒരു പാലമുണ്ട്, ഹാർബർ ബ്രിഡ്ജ്, അത് പണിതുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സകല വണ്ടിയും പുതിയ പാലത്തേക്കൂടെ വീഴുന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ബ്ലോക്ക്. ഇതിങ്ങനെ നീണ്ടു കിടക്കും കേട്ടോ ഈ മട്ടാഞ്ചേരി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഇറങ്ങുന്ന തോപ്പുംപടിക്കാണ്. മട്ടാഞ്ചേരിയൊക്കെ നമ്മൾ ഒത്തിരി സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടൊക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. എല്ലാവരും കേട്ടിട്ടുള്ള ആ സ്ഥലങ്ങളാണ്. ഇനി നമ്മളൊരു മെയിൻ റോഡിലേക്ക് ചെന്ന് ഇറങ്ങുന്നത്. അവിടുന്ന് നമുക്ക് പോകേണ്ട ലെഫ്റ്റാണ്. രാത്രി വന്നാൽ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പം രാത്രി നമുക്ക് ഇങ്ങോട്ട് ട്രിപ്പ് കിട്ടിയത്, അപ്പോൾ അങ്ങ് എടുത്തതേ ഉള്ളൂ. വണ്ടി കൊണ്ടുവന്ന് കുറച്ചുകൂടെ മുന്നിൽ കൊണ്ട് മട്ടാഞ്ചേരി തന്നെ ഒതുക്കിയിട്ടേക്കുക. ഇതാ ഇവിടെ ഇട്ടേക്കുന്നത്. ഇപ്പം നമ്മൾ നേരെ പോണത് തോപ്പുംപടിക്ക് ഒരു കുറച്ച് മുന്നിൽ, കുറച്ച് ബാക്കിലായിട്ടാണ് ഇട്ടേക്കുന്നത് വണ്ടി. ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്നാണ് കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ട്രിപ്പ് അടിക്കുന്നുള്ള പ്രതീക്ഷ ഞാൻ ഇവിടെ തന്നെ അങ്ങ് ഒതുക്കി. ഇവിടുന്ന് കാര്യം പോകുമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അവിടെ ഒരു മണിക്കൂർ എന്തായാലും പോസ്റ്റ് ആവും. കാരണം ബ്ലോക്കാണ്, എന്തായാലും 1 മണിക്കൂർ ബ്ലോക്ക് ആവും. കാരണം ഇവിടെ തന്നെ നല്ല തിരക്കാണ്, ഈ വണ്ടി എല്ലാവരും അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് കാര്യം പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. ആളെ എടുത്ത് കിട്ടുമോ നോക്കിയിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഒതുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, അതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇവിടെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ സമയത്ത് അടച്ചു പോയി, ഇച്ചിരി ഉള്ളിലേക്കല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കൊച്ചി കയറിയിട്ട് വേണം ഏതെങ്കിലും കടയിൽ നിന്ന് ഫുഡ് വാങ്ങാനായിട്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ പുട്ടും സാധനമൊക്കെ കഴിച്ചിട്ട് നല്ല തള്ളൊക്കെ തള്ളാന്ന് ഓർത്ത് ഇറങ്ങിയതായിരുന്നു. പക്ഷെ അത്രയും ഏറ്റില്ല അത്. എന്തായാലും ഇനി എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും കഴിക്കണം. ഉച്ചയ്ക്ക് ചോറിനകത്തേന് നല്ല ക്ഷീണമുണ്ട്. പിന്നെ വണ്ടിയുടെ 2 ദിവസം കിടക്കുന്നത്, അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണം വേറെ. ഇത്രയും ചെറിയ വണ്ടിയല്ല, അതുകൊണ്ട് നമുക്ക് കാലം നിവർത്തിയൊന്നും കിടക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഉണ്ടായിരുന്ന റൂം ഞാൻ നോക്കി, അവിടെ അത് ശരിയാവില്ല. അതുകൊണ്ട് വേറൊരു റൂം തപ്പി കണ്ടുപിടിക്കുന്നവരെ വണ്ടിയിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. ഭക്ഷണം മേടിച്ച് കഴിച്ചു വേണം പോകാൻ. ഇന്നലെ കിടന്ന ആ പമ്പിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നല്ല നീറ്റുമാണ്. നമുക്ക് അത്യാവശ്യം കുളിക്കാനും പല്ല് വെക്കാനുള്ള സാഹചര്യമൊക്കെ അവിടെ ഉണ്ട്. നല്ല നീറ്റ് ബാത്റൂം, അത് പ്രത്യേകം പറയണം. നല്ല നീറ്റ് ബാത്റൂമായിരുന്നു. അവിടെ CNG വരുന്നുണ്ടെന്ന് പറഞ്ഞു. CNG പമ്പ് CNGയോടെ വരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു കുഴപ്പമില്ല, നമുക്ക് സ്ഥിരം അവിടെ സ്റ്റേ ചെയ്യാം. കാരണം CNG ആണ് നമുക്ക് അത്യാവശ്യം. ഇതിപ്പം CNG രാവിലെ ഫില്ല് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഒറ്റ പോയിൻ്റേ ഉള്ളൂ. പെട്രോൾ നമുക്ക് അവിടെ നിന്ന് അടിച്ചിട്ടും കാര്യമില്ല. പെട്രോൾ ഇപ്പോൾ നമുക്ക് ബ്ലിങ്ക് ചെയ്യുവാണ്. പെട്രോൾ നമുക്കൊരു 300 രൂപയ്ക്ക് അടിച്ചിട്ടാണ് ഇത് പെട്രോൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. പെട്രോൾ നമുക്കൊരു 200 രൂപയ്ക്ക് അടിച്ചിട്ടാൽ മതി. 200-300 രൂപയ്ക്കൊക്കെ അടിച്ചാൽ മതി. CNG നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റുമായിരുന്നു, ഉപകാരമായിരുന്നു. ഇനിയിപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കരിങ്ങാച്ചിറ പമ്പിലും കൊണ്ടിടാം, അവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. 2 പമ്പിലായാലും എത്തിപ്പെടുന്നിടത്ത് അവിടെ കൊണ്ട് റൈഡ് എടുക്കാൻ നിർത്തേണ്ടി വരും. കാരണം പിന്നെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടേക്ക് കാര്യമായിട്ട് വരേണ്ടി വരും. അതുകൊണ്ട്
എന്തായാലും ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ കിടക്കുവാണ്. ഇനി എവിടെ നിന്നും ഫുഡ് മേടിക്കണം, അതാണ് അത്യാവശ്യം. അപ്പം ഇനി മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം, കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഇന്നത്തെ ഓട്ടവും പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ പമ്പി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കിടന്ന പമ്പി തന്നെയാണ് പമ്പായി കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ വന്നു. വേറെ 2 ഓട്ടോകൾ കിടപ്പുണ്ട്. ഇന്നലെ ഈ ഓട്ടോ ഉണ്ടായിരുന്നു, മറ്റേ ഓട്ടോ ഇല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും 2 ഓട്ടോയിലുണ്ട്. നമ്മൾ ഭക്ഷണം മേടിച്ചിട്ടുണ്ട്. ഇന്ന് പൊറോട്ട തന്നെയാണ്, നമ്മുടെ ദേശീയ ഭക്ഷണം പോലെ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. ഇന്ന് 4 പൊറോട്ട തന്നെ ഉണ്ട്. ഇപ്പം നാട്ടിൽ നിന്ന് അവർ വിളിച്ചപ്പം കൂട്ടുകാരെ വിളിച്ചായിരുന്നേ കുറച്ച് മുമ്പേ. അപ്പം അമ്മമാർ കളിയാക്കി എന്നോട്, ഞാൻ നീ ഇതല്ലേ കഴിച്ചേ, നാളെ നീ ഇതല്ലേ, അല്ല ഇന്നലെ ഇതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പൊറോട്ട ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇന്നും പൊറോട്ട തന്നെയാണ്. ഇന്നലെ ഗ്രേവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇന്ന് അതുകൊണ്ട് ബീഫ് ഫ്രൈ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ബീഫിൻ്റെ തന്നെ ഗ്രേവി കിട്ടി, അതിനകത്ത് ലാഭം ഉണ്ടായിരുന്നു. 2 പീസ് അതിൻ്റെ അകത്തും ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല, കഴിക്കുക കിടക്കുക എന്നേ ഉള്ളൂ. നാളെ എപ്പം എഴുന്നേക്കാൻ പറ്റുമോ, മാക്സിമം എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് പോവാം. അങ്ങനെ രാവിലെ എഴുന്നേക്കുവാണെങ്കിൽ ആ ഒരു ഫ്ലോയിലങ്ങ് നമുക്ക് പോവാം. ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോഴാണെങ്കിൽ, അല്ല ഒരു 10 മണി, ഒരു 9 മണി 10 മണി ആയാലും നമുക്ക് അന്നത്തെ ദിവസം പിന്നെ അത്ര ഓടി കവർ ചെയ്യാൻ പറ്റുമല്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നേരത്തെ എഴുന്നേറ്റൊക്കെ തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ആദ്യത്തെ ദിവസത്തിനേക്കാളൊക്കെ മെച്ചമായി. അപ്പം ഇനി മുന്നോട്ട് നമ്മൾ ട്രിപ്പ് എടുക്കുന്തോറും കൂടുതൽ ട്രിപ്പുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഊബറിൻ്റെ ഒരു സംവിധാനം. അപ്പം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക. പുറകിൽ ആ കാണുന്നിടത്താണ് ബാത്റൂം ഉള്ളത്, അവിടെ പോകാൻ കുളിക്കണം, അത്രേ ഉള്ളൂ. കിടന്ന് ഇപ്പോൾ ഇതിന് വണ്ടിക്കകത്ത് ഇത്ര സ്പേസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ നമ്മൾ കിടക്കുന്നത്. ഇപ്പം ഞാൻ ഇന്ന് ആലോചിക്കുന്ന ഫ്രണ്ട് സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കാം. അപ്പോൾ അങ്ങനെ കിടക്കാനൊരു പ്ലാനിലാണ് ഇന്നിരിക്കുന്നത്. ഇന്ന് കിടന്നു നോക്കാം. ഇന്നലെ അത്രയും ശരിയായില്ല, കാരണം ഒന്നാമത് ചൂട് ഭയങ്കരമായിട്ട് നമുക്ക് കിടക്കാനൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ 2-3 ഇന്നലെ രാത്രി എഴുന്നേറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് AC ഇട്ടിട്ട് ആ തണുപ്പ് പോകുമ്പോൾ കിടന്നുറങ്ങി. തണുപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടായിട്ട് പിന്നെ എഴുന്നേൽക്കില്ല. അതുകൊണ്ട് അപ്പം വണ്ടി കിടക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് പറ്റുന്ന റൂം കിട്ടുന്നവരെ ഇപ്പം ഇങ്ങനെ പോകുകയെന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ എല്ലാ റൂമും നമുക്ക് ഒക്കുമല്ല, കാരണം നമ്മൾ ചെല്ലുന്ന സമയം, രാവിലെ എഴുന്നേൽക്കുന്ന ടൈം, ഇതൊന്നുമായിട്ട് ചില റൂമുകാരൊന്നും ഒക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിന്ന് ഹോസ്റ്റൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ആളായി ഫില്ലാണ്. അപ്പോൾ ഇത് ആൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെയാണ് നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവുള്ളൊരു നിർഭാഗ്യവാനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ യാതൊരു മടിയും കാണിക്കേണ്ട, ധൈര്യമായിട്ട് പറയണം. അത് കമൻറ്റിൽ തന്നെ പറയണം, എന്നാലേ 4 പേര് അറിയുള്ളൂ. അതുകൊണ്ട് അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഈ സെയിം പേര് തന്നെയാണ്, T4 Travel by ആരോപണം തന്നെയാണ്. അപ്പം അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ഒന്ന് ചെയ്യണം. ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു 5000 ഫോളോവേഴ്സ് അങ്ങോട്ട് ആയിട്ടുള്ളൂ നമുക്ക്. ഇൻസ്റ്റയിൽ അത്രയൊന്നും ആയിട്ടില്ല. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെച്ച് എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയം പുതുക്കണം, ഒന്ന് കണ്ടേച്ചും പോകണം. പരമാവധി നല്ല നല്ല വീഡിയോസ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു കാരണം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം ടാസ്ക്കാണ്. പിന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നത് എനിക്കും കൂടെ നല്ല സ്ഥലമാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് അതിനുള്ള ടൈം കിട്ടാറുമില്ല. പിന്നെ ഈ ചവർ പോലത്തെ സ്ഥലങ്ങൾ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എന്തൊക്കെ ഞാൻ എപ്പോഴും ഇന്നാളൊരു വീഡിയോ ഞാൻ പറഞ്ഞാണ്, എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ കാണുന്ന എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ എനിക്കത് ഒരു പരിധി വരെ ഈ ക്യാമറയിലൂടെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അതൊരു ചെറിയ ഒരു പരിധിയാണ്, നമുക്കുള്ളൊരു പരിധിയാണത്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കാരണം ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. ഭാവി നമുക്ക് കഞ്ഞുപിടിക്കാനുള്ള വകുപ്പൊക്കെ ആവുകയാണെങ്കിൽ ക്യാമറയിലാക്കാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അപ്പം എന്തായാലും വേറൊന്നുമില്ല. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കയറിയതാണ്, എങ്കിൽ മാത്രമേ നാളെ നമുക്ക് നേരത്തെ എഴുതിയിട്ട് പോകാൻ പറ്റുള്ളൂ. മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക്, നല്ല ക്ഷീണമുണ്ട്. ഉറക്കം ഒന്നാമത് ശരിയാകുന്നില്ല, പിന്നെ ഇവിടുത്തെ ചൂടും കാര്യങ്ങളും. ഞാൻ ഒന്നാമത്
ഇച്ചിരി ചൂടൻ ആണ് ശരീരം. അപ്പോൾ അതുകൊണ്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വേറെ എന്താ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. വലിയ കുഴപ്പം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് പോയാൽ മതി. അപ്പം എന്തായാലും നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം.